നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇന്ന് ലഹരി മാഫിയകളെയും അതുപോലെ അനിയന്ത്രിതമായി കൊണ്ടിരിക്കുന്ന ചില അക്രമങ്ങളെക്കുറിച്ചൊക്കെ അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുകയാണ്. ഈ ഒരു അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് ഭരണപക്ഷത്തിൻ്റെ കഴിവുകേട് കൊണ്ട് സംഭവിച്ചതാണെങ്കിലും എല്ലാവരും ഒന്നുകൂടി ചർച്ച ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ആ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഭരണപക്ഷം ഒരുപാട് രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് സമ്മതം മൂളുകയായിരുന്നു. അങ്ങനെയാണ് അടിയന്തര പ്രമേയത്തിന്മേൽ ചർച്ച നടക്കുന്നത്. പക്ഷേ ഭരണപക്ഷത്തിൻ്റെ കഴിവുകേടാണെന്നും 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ എല്ലാ കെടുകാര്യസ്ഥതയ്ക്കും ആഭ്യന്തര വകുപ്പിൻ്റെ നഗ്നമായ പരാജയമാണെന്നും ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയതോടെ യഥാർത്ഥത്തിൽ ഭരണപക്ഷം വടിപിടിച്ച ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഓരോ അംഗങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഭരണപക്ഷത്തെയും ഇട്ടടിക്കുകയാണ് സഭയ്ക്കകത്ത്. അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സഭ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് ആണ് ഇന്ന് സഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിൽ ഒട്ടനവധി സംഭവങ്ങൾ നടന്നു. അതിനുശേഷം സംസാരിച്ച പ്രതിപക്ഷത്തു നിന്നുള്ള യുവനേതാവ് കോൺഗ്രസിൻ്റെ റോജി എം ജോൺ MLA ശരിക്കും സർക്കാരിനെ ഇട്ട് കുടയുകയായിരുന്നു. ഒരു കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോടുകൂടി കേരളത്തിലെ ഓരോ ഇടങ്ങളിലും ആളുകളെയും കുടുംബക്കാരെയും കാമുകിയെ കൊല്ലുന്ന കാമുകനെയും അച്ഛനെ കൊല്ലുന്ന മകനെയും ഒക്കെ വരച്ചു കാട്ടി റോജി എം ജോൺ സഭയിൽ തകർത്തപ്പോൾ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് പോലും ഒരു വാക്കില്ലാതെ നിൽക്കുകയായിരുന്നു. ഇത് തന്നെയാണ് കേരളം കേൾക്കാൻ ആഗ്രഹിച്ചതും. ഇത് തന്നെയാണ് ഒരു സമര പരമ്പരയായി മാറാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചതും. അത് തന്നെയാണ് സഭ കണ്ടത്. സത്യത്തിൽ മുഖ്യമന്ത്രി ഈ ഒരു ചർച്ചയോടുകൂടി എല്ലാവരും കൂടി എടുക്കേണ്ട തീരുമാനമാണെന്നും ഭരണപക്ഷത്തിൻ്റെ മാത്രം പരാജയമല്ലെന്നും സമർത്ഥിക്കാൻ ശ്രമിച്ച ഒരു സംഭവം അപ്പാടെ പരാജയപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് സഭയ്ക്കകത്ത് കണ്ടത്. അതിന് അങ്കമാലി MLA ആയ റോജി എം ജോൺ നൽകിയ മറുപടിയും അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പിണറായി വധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതും സഭയെ മാത്രമല്ല കേരളത്തെ ഒന്നടങ്കം ഇന്ന് കോൾമക്കൊള്ളിച്ചു എന്ന് തന്നെ പറയാം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ശ്രീ റോജി എം ജോൺ, അങ്ങേക്ക് 7 മിനിറ്റ്. സർ, ആമുഖമായി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർക്ക് വാഴ്ത്തുപാട്ട് എഴുതാനും സർക്കാരിന് മംഗളപത്രം കൊടുക്കാനുമല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. സർ, 2022 ബഹുമാന്യനായ അംഗം ശ്രീ PC വിശ്വനാഥ് ഈ നിയമസഭയിൽ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്ത് വളരെ ക്രിയാത്മകമായ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ച ഇവിടെ ഉണ്ടായി. സർ, 2022 നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടുന്ന് 1 ഇഞ്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ബഹുദൂരം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിരന്തരമായിട്ട് ഇവിടെ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ ഇതിനെ പോസിറ്റീവായിട്ട് കാണണം, നമ്മൾ ഇത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം, നമ്മൾ ക്രിയാത്മകമായി ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളിവിടെ ചർച്ച ചെയ്ത് ഈ ചർച്ച ഫ്രെയിം ചെയ്ത് വെക്കുന്നതല്ലാതെ സർ, എന്ത് ആക്ഷനാണ് നമ്മൾ ഈ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടെടുത്തിരിക്കുന്നത്? വാട്ട് ആക്ഷൻ ഹാവ് യു ടേക്കൺ? കേരളം അറിയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു ആക്ഷനിലേക്ക് നമ്മൾ കടന്നിട്ടില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വിഷയം ഈ നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ടി വരുന്നത്. ഇവിടെ ഇത് പറയാതെ വേറെ എവിടെ പറയും സർ? സർക്കാർ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ സർക്കാർ ചെയ്യേണ്ടേ? നമ്മൾ ചർച്ച ചെയ്ത് മാത്രം കൈയടിച്ച് പിരിഞ്ഞാൽ മതിയോ? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് സർ. കഴിഞ്ഞ 2 മാസത്തിനിടെ നടന്ന 63 കൊലപാതകങ്ങളിൽ 30 എണ്ണത്തിനും ലഹരിയുടെ ബന്ധമുണ്ടെന്ന് പറയുന്നത് പോലീസ് തന്നെയാണ്. 50 കൊലപാതകങ്ങൾ വീടിനുള്ളിൽ നടന്നതോ സുഹൃത്തുക്കളുമായിട്ടുണ്ടായ വഴക്കിനെ തുടർന്ന് ഉണ്ടായത്. സർ, ഇക്കൊല്ലം ഉണ്ടായ കുറ്റകൃത്യങ്ങളിൽ 20% ലഹരിയുമായി ബന്ധമുണ്ടായിട്ടുള്ളതാണ് എന്ന് വിലയിരുത്തലുകൾ പോലീസിന്റെയൊക്കെ റിപ്പോർട്ടാണ് സർ. സർ, കൊതുകിനെ കൊല്ലുന്ന ലാഘവത്തോട് കൂടിയിട്ട് കുടുംബാംഗങ്ങളെയും സഹപാഠികളെയും കൊല്ലുന്ന തരത്തിലേക്ക് നമ്മുടെ യുവതലമുറ മാറുന്ന ഒരു മാനസികാവസ്ഥ, ആ മാനസികാവസ്ഥയിലേക്ക് അവരെത്തുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ലഹരിയുടെ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഇന്ന് കേരളം എല്ലാം മൊത്തത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സർ. അതിനുശേഷം നമ്മളിവിടെ കാണുന്നത് എന്താണ്? കുട്ടികളുടെ കൈകളിൽ പാഠപുസ്തകം ഇരിക്കേണ്ട കൈകളിൽ ഇന്ന് നഞ്ചക്കും മാരകായുധങ്ങളുമാണ്. അവർ സഹപാഠികളെ അടിച്ചു കൊല്ലുന്നു. നിഷ്കളങ്കതയുടെയും സുന്ദര സൗഹൃദങ്ങളുടെയും ഒക്കെ വിളതെല്ലമായി നാം കണ്ടിരുന്ന കൗമാരത്തിൽ നിന്നും ഇന്നുണ്ടാകുന്നത് കൊലവിളിയും കൊലപാതകങ്ങളുമാണ്. ഇവിടെ നമുക്ക് ഇത് സംബന്ധിച്ച് നമ്മുടെ ഭരണകൂടവും സർക്കാരും ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും നോക്കുകുത്തിയായി നിൽക്കുകയാണ്. കൊലപാതകങ്ങൾ യഥേഷ്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, 3 തവണ നിയമസഭ ഇത് ചർച്ച ചെയ്തു. നമ്മൾ പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു.
ലഹരിക്കെതിരായിട്ട് സ്പോർട്സ് ഒരു ബദലായിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. സാർ എന്താണ് സാർ നമ്മൾ ചെയ്തത്? സർക്കാർ കായിക താരങ്ങളുടെ അവസ്ഥ എന്താണ്? ദേശീയ ഗെയിംസിൽ സമ്മാനം നേടിയ മെഡലുകൾ നേടിയ കായിക താരങ്ങളുടെ അവസ്ഥ എന്താണ്? സർക്കാർ പറഞ്ഞു ഒരു പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. എത്ര ഗ്രൗണ്ട് ഈ സർക്കാർ കേരളത്തിലെ 10 പഞ്ചായത്തുകൾ ഉണ്ടാക്കിയെന്ന് പറയാനായിട്ട് സർക്കാരിന് സാധിക്കുമോ? എവിടെയെങ്കിലും നിർമ്മിച്ചോ? സ്കൂളുകളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. സർക്കാർ പറഞ്ഞതല്ലാതെ ചർച്ച ചെയ്തതല്ലാതെ എത്ര സ്വിമ്മിംഗ് പൂളുകൾ എത്ര സ്കൂളുകളിൽ ഉണ്ടാക്കി സാർ? എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്? ഇവിടെ നമ്മൾ പറയുന്നു, ഇവിടെ പലപ്പോഴും പറയുന്നു സിനിമയുടെ സ്വാധീനമുണ്ട് എന്ന് പറയുന്നു. ശരിയാണ് സാർ. ചില സിനിമകൾ കാണുമ്പോൾ ഇത്തരം സിനിമകൾക്കൊക്കെ എങ്ങനെ ഇവിടെ സെൻസർ ബോർഡൊക്കെ അനുമതി കൊടുക്കുന്നു എന്ന് നമ്മൾ പോലും ആലോചിച്ചു പോകാറുണ്ട് സാർ. സിനിമയുടെ സ്വാധീനം, ആ സിനിമകളെ കുറ്റം പറയുമ്പോൾ നമ്മളൊരു കാര്യം അറിയണ്ടേ? സിനിമകളുടെ സ്വാധീനം മാത്രമാണോ? ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, വിദ്യാർത്ഥി സംഘടനകള്, മറ്റ് പല സംഘടനകൾ ഇവിടെ നടത്തുന്ന അക്രമ പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ച് ഇവിടെ പറയണ്ടേ? അത് ഇവിടുത്തെ പൊതുസമൂഹം, ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും ഒക്കെ കാണുകയല്ലേ? ഇവിടെ സമരം ചെയ്യുന്നവരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിക്കുന്ന പ്രവൃത്തി ഉണ്ടാകുമ്പോ അതിനെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത് സാർ. അങ്ങനെ അക്രമങ്ങളെ ന്യായീകരിക്കാൻ ഒരു മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുമ്പോൾ പിള്ളേർക്ക് നഞ്ചക്ക് കൊണ്ട് അടിക്കുന്നതിനകത്ത് എന്ത് അസ്വാഭാവികതയാണ് സാർ തോന്നുന്നത്? ഇവിടെ ASFന്റെ ഒരു വനിതാ പ്രവർത്തകയെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് പറയുകയാണ് നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് ഒരു SFIയുടെ നേതാവ് പറയുകയാണ്. കേരളത്തിൽ പരസ്യമായിട്ട് വിളിച്ചു പറയുകയാണ് സാർ. ഇവിടെ സിദ്ധാർത്ഥന്റെ കൊലപാതകം നമ്മൾ കാണുകയുണ്ടായി. സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ അതിന്റെ പിന്നില് SFI എന്ന വിദ്യാർത്ഥി സംഘടനയുടെ പങ്ക് വളരെ പച്ചയായി പുറത്തു വന്നിരിക്കുകയാണ്. ആ കൊലപാതകത്തില് അതിൽ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ഈ അക്രമത്തിനെതിരെ നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? യാതൊരു തരത്തിലുമുള്ള ഇതിനെ നിയന്ത്രിക്കാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തൊന്നുമില്ല. സർക്കാർ ഇന്നെന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? സർ, പോലീസും എക്സൈസുകാരും ലഹരി മാഫിയയിൽ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകളെ ഏതെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് കൃത്യമായി ഫലപ്രദമായിട്ട് നടപടിയെടുക്കുവാനായിട്ട് പോലീസിന് ധൈര്യമുണ്ടോ? സർ, പല സ്ഥലങ്ങളിലും പോലീസിന് മയക്കുമരുന്ന് മാഫിയ ഭയമാണ്. കാരണം ഏതെങ്കിലും ഒരുത്തിനെ പിടിക്കുകയോ എന്തെങ്കിലും നടപടിയെടുക്കുകയോ അവനെ ജയിലിലടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റാളുകൾ വന്ന് ആക്രമിക്കുമോ എന്നുള്ള ഭയം പലപ്പോഴും എക്സൈസ് ഉദ്യോഗസ്ഥരെയും പോലീസിനെയും പോലും വേട്ടയാടുന്നു എന്നുള്ളതാണ് സാർ യാഥാർത്ഥ്യം. ഇവിടെ പിടിക്കുന്നുണ്ട്, കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞു. സാർ, ആരെയാണ് സാർ പിടിക്കുന്നത്? കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് ഇത് ചെറിയ അളവിൽ കൈവശം വെക്കുന്ന, ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായിട്ടുള്ള ആളുകളെ നിരവധിയായിട്ട് പല സ്ഥലങ്ങളിലും കേസുകൾ പിടിക്കുന്നുണ്ട്. ഇവിടെ ചർച്ച വരുമ്പോൾ പറയുന്നു ഇത്ര കേസുകൾ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു, ഇത്ര പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത്. സാർ, ഈ പിടിക്കപ്പെടുന്നത് മുഴുവൻ ചെറിയ മീനുകളാണ് സാർ. വലിയ മത്സ്യങ്ങൾ, വലിയ തിമിംഗലങ്ങള് ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ യഥേഷ്ടം അവർ വിലസുകയാണ് ലഹരി മാഫിയ. കാരണം നമ്മൾ ആരെ പിടിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്ന ആളുകളെ പിടിക്കുന്നു. സാർ, ഇതിനൊരു സപ്ലൈ ചെയിൻ ഇല്ലേ? ഇത് കൊണ്ടുവരുന്ന ആളുകളില്ലേ? ഇതിന്റെ പിന്നിലുള്ള മാഫിയകളില്ലേ? ആ സപ്ലൈ ചെയിനില് അവസാന കണ്ണിയെ പിടിക്കുമ്പോൾ ഇതെവിടെ നിന്ന് വരുന്നു? ഇതിന്റെ വിപണനം നിയന്ത്രിക്കുന്ന മാഫിയകൾ, ആ മാഫിയ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് നടപടിയാണ് സാർ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? അത്തരത്തിലുള്ള എത്ര മാഫിയകളെ സർക്കാർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു എന്ന് പറയാൻ സാധിക്കുമോ? സാർ, ഇവിടെ ഇന്ന് എന്താ നടക്കുന്നത്? ഇത് ലഹരിയുടെ ഉപയോഗം നടക്കുന്ന അല്ലെങ്കിൽ അതിന്റെ വ്യാപനവും വിപണനവും ഒക്കെ നടക്കുന്നത് ഡാർക്ക് വെബിലൊക്കെയാണ്, സിന്തറ്റിക് ഡ്രഗുകളാണ്. ഈ ഡാർക്ക് വെബിലൊക്കെ ഇതിന്റെ വിപണനം നടക്കുമ്പോൾ നമ്മുടെ എക്സൈസ് വകുപ്പിന്റെ ഒക്കെ കയ്യിൽ എന്താ ഉള്ളത് സാർ? പഴയ തുരുമ്പിച്ച വാഹനവും ലാത്തിയുമായിട്ട് എക്സൈസ് വകുപ്പുകാർ നടക്കുകയാണ്. നമ്മൾ പലപ്പോഴും എക്സൈസ് നമ്മുടെയൊക്കെ മേഖലകളിൽ പരിശോധിക്കുമ്പോൾ അവരുടെ അടുത്ത് കൃത്യമായിട്ടുള്ള അവർക്ക് ഉപകരണങ്ങളില്ല, സാങ്കേതിക സൗകര്യങ്ങളില്ല. ഇവിടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലഹരി മാഫിയ വിലസുമ്പോൾ ഈ പഴയ ലാത്തിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു എക്സൈസ് വകുപ്പിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ വിമുക്തിയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു സാർ. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് സാർ. ഇത് കൊടുക്കുന്ന ഈ അങ്ങ് ദേവിയത് ബഹുമാനപ്പെട്ട സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ ലഹരി പ്രതിരോധ പ്രവർത്തനം അല്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ അത് ദയവ് ചെയ്ത് എക്സൈസ് വകുപ്പിന്റെ കയ്യിൽ നിന്നും എടുത്ത് വേറെ ഏതെങ്കിലും വകുപ്പിനെ കൊടുക്കണം. ഇതെന്തൊരു പ്രഹസനമാണ് സാർ നടക്കുന്നത്? ഇത് കൊടുക്കുന്നതും എക്സൈസ് വകുപ്പ് തന്നെ, ഇത് കഴിക്കരുതെന്ന് പറയുന്നത് എക്സൈസ് വകുപ്പ് തന്നെ. നമ്മളൊരു സിനിമയിൽ പറഞ്ഞത് എന്തൊരു പ്രഹസനമാണ് സാർ. സാർ, ഇത്രയും ഇന്നഫക്റ്റീവായിട്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനമാണ് വിമുക്തി എന്ന പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥർ പോലും ഇന്ന് പല സ്ഥലങ്ങളിലും ഇതിനില്ലാതിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ. കേരളത്തില് ഇത്രയധികമായിട്ട് കേരളത്തിന്റെ യുവത്വത്തിന് ഒരു തലമുറയെ തന്നെ കാർന്നു തിന്നുന്ന ഒരു മഹാവിപത്ത് അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ നമ്മളിവിടെ പല ആവർത്തി ചർച്ച ചെയ്തു, ക്രിയാത്മകമായി ചർച്ച ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമായില്ല സാർ. സർക്കാർ ഇക്കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെ
ചർച്ചകളിൽ മാത്രമായി ഒതുങ്ങി പോകുമ്പോൾ സർക്കാരിന്റെ ഈ നിഷ്ക്രിയത്വം, ഇതിന് ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. ഈ മാഫിയ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാർ നിർവഹിക്കാതെ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുമുണ്ട്. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു.